ഒരു കഥ കേൾക്കാം. കഥയുടെ പേര് കുറുക്കനും കൊക്കും. ഒരിക്കൽ ഒരു കാട്ടിൽ തന്ത്രശാലിയായ കുറുക്കനുണ്ടായിരുന്നു. അവൻ എപ്പോഴും മറ്റുള്ളവരെ പറ്റിക്കാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം കുറുക്കൻ തൻ്റെ കൂട്ടുകാരനായ കൊക്കിനെ വിരുന്നിന് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. "കൂട്ടുകാരാ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം," കുറുക്കൻ കൊക്കിനോട് പറഞ്ഞു. കൊക്ക് സന്തോഷത്തോടെ കുറുക്കൻ്റെ വീട്ടിലെത്തി. കുറുക്കൻ പരന്ന പാത്രങ്ങളിൽ നല്ല രുചികരമായ പാൽക്കഞ്ഞി വിളമ്പി. കുറുക്കൻ തൻ്റെ നാവുകൊണ്ട് പെട്ടെന്ന് തന്നെ പാൽക്കഞ്ഞി കുടിച്ചു തീർത്തു. എന്നാൽ കൊക്കിന് തൻ്റെ നീണ്ട ചുണ്ടുകൾ ഉപയോഗിച്ച് ആ പാൽക്കഞ്ഞി കുടിക്കാൻ കഴിഞ്ഞില്ല. പാവം കൊക്ക് വിശപ്പോടെ നിന്നു. കുറുക്കൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "എന്താ കൂട്ടുകാരാ, കഞ്ഞി ഇഷ്ടപ്പെട്ടില്ലേ?" കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊക്ക് കുറുക്കനെ തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. പ്രതികാരം ചെയ്യണമെന്ന് കൊക്ക് തീരുമാനിച്ചിരുന്നു. കൊക്ക് സ്വാദിഷ്ടമായ പാൽക്കഞ്ഞി വിളമ്പി. കൊക്ക് കഞ്ഞി വിളമ്പിയത് ഇടുങ്ങിയ കഴുത്തുള്ള ഉയരമുള്ള ഒരു ഭരണിക്കുള്ളിലായിരുന്നു. കൊക്കിന് തൻ്റെ നീണ്ട ചുണ്ടുകൾ കൊണ്ട് സുഖമായി കഞ്ഞി കുടിക്കാൻ കഴിഞ്ഞു. കുറുക്കൻ്റെ വായ ഭരണിക്കുള്ളിലേക്ക് കടന്നില്ല. കുറുക്കൻ വിശപ്പോടെ കൊക്ക് ഭക്ഷണം കഴിക്കുന്നത് നോക്കി നിന്നു. താൻ ചെയ്ത തെറ്റ് കുറുക്കന് അപ്പോൾ മനസ്സിലായി. അവൻ കൊക്കിനോട് ക്ഷമ ചോദിച്ചു. ഈ കഥയിലെ ഗുണപാഠം: നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെയായിരിക്കും തിരികെ ലഭിക്കുക.